ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് വണ്ടിയെടുത്ത് നേരെ വാഗമണിലേക്ക് വിട്ടു. ഇപ്പോൾ ഈരാട്ടുപേട്ട വഴി നമ്മൾ വാഗമണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തപ്പോൾ തൊട്ട് നല്ല മഴയാണ്. ഇപ്പം മഴ കുറച്ച് നിന്നിട്ടുണ്ട്. വരുന്ന വഴിയൊക്കെ നല്ല മഴ, റോഡൊന്നും കാണുന്നുണ്ടായിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റേഴ്സ് ഉണ്ട് വാഗമൺ എത്തി. അവിടെ എന്തായിരിക്കും, മഴയാണോ, മഴയത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ഒരു ഐഡിയ ഇല്ല. സോ നോക്കാം, അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അവിടുത്തെ കാലാവസ്ഥ എന്താണ്, എവിടെയെങ്കിലൊക്കെ ഓപ്പൺ ഉണ്ടോ ക്ലോസ് ഉണ്ടോ എന്ന് നോക്കി അവിടെ നിന്ന് നമുക്ക് നോക്കാം. ശരിയാ, ഓക്കെ ഗൈസ്. നമ്മളിതാ വാഗമൺ മേലെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്, നല്ല മഴയൊക്കെ പെയ്ത് എവിടെ നോക്കിയാലും നല്ല മഞ്ഞും വാട്ടർഫാൾസൊക്കെ ആയി നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ നമുക്ക് ഫ്രീ ടൈം കിട്ടിയ കാറോ ബൈക്കോ എടുത്ത്, ബൈക്കിലൊക്കെ മഴയത്ത് വന്നാൽ ഇതിലും നല്ല ഫീൽ ആയിരിക്കുന്നത്. നല്ല മഞ്ഞും നല്ല പച്ചപ്പല്ലായി നല്ല സുഖമുണ്ട് കാണാൻ തന്നെ. പിന്നെ നമ്മൾ മേലെ റൂം ബുക്ക് ചെയ്തായിരുന്നു വാഗമണിൽ. അതൊരു സീനായിപ്പോയി. ആദ്യം നമ്മൾ 2 മാസം മുന്നേ ഒരു റൂം ബുക്ക് ചെയ്തതായിരുന്നു. ആക്ച്വലി ഇന്ന് രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ റൂം നമ്മൾ ആ ഡേറ്റിന് വേറെ ആൾക്ക് കൊടുത്തു, 2 വീക്സ് മുന്നേ ബുക്ക് ചെയ്തു. സോ നമ്മൾ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. വേറെ റൂംസും ബുക്ക് ചെയ്തില്ല. ഉണ്ടായ റൂം നമ്മളായിരുന്നു ഫസ്റ്റ് ബുക്ക് ചെയ്തത്. അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം വേറെ ആൾക്ക് കൊടുത്തു. അവരോട് കോൺടാക്റ്റ് ആക്കി പറഞ്ഞപ്പോൾ അവരെ കസ്റ്റഡിയിൽ തന്നെ വേറൊരു റൂം റെഡിയാക്കി തന്നു. സോ 1 ഡേ അതേ റൂമിലും നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത അതേ റൂമിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും, 2 വേറെ സ്റ്റേ ചെയ്യേണ്ടി വരും. സോ അത് കുറച്ച് ഡിസ്കംഫർട്ടായി തോന്നി. ഓക്കെ, ഇനി മേലെ പോയി അവരോട് സംസാരിച്ച് നോക്കാം എന്താ പരിപാടി നോക്കാം. എന്താ നോക്കി ഗൈസ്, ബസ് വരുന്നുണ്ട്. സൂപ്പർ, നല്ല വ്യൂ, നല്ല ബെഡ്. വാഗമണിലെ വിശേഷങ്ങളുമായി വീണ്ടും സുജിത്ത്. ഓക്കെ, വ്യൂ കാണാൻ പോകും. തട്ടിപ്പൊളി, എന്ത് രസമാണ് അറിയുമോ. ഞാൻ കാണിച്ചത് ഇവിടുത്തെ വ്യൂ നോക്കുന്നത്. മലകളും മഞ്ഞും വെള്ളച്ചാട്ടവും, പെർഫെക്റ്റ് വെതർ. 2 മാസം കൂടി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ അല്ല, ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ദിസ് ഈസ് ഓൾസോ വർത്ത് ഇറ്റ്, മസ്റ്റ് ട്രൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ റൂമിലെത്തിയിരിക്കുന്നു. ഫൈനലി അതൊരു വലിയ കറക്കമായിപ്പോയി. സോ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളെ അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു നമുക്ക് വേറെ റൂംസൊന്നും ഇല്ല, നമ്മൾ തന്നെ ഏതെങ്കിലും റൂം എല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ കെയർ ഓഫ് തന്നെ വേറൊരു റൂമിൽ നിന്ന് ഒരു നൈറ്റിലേക്ക് നമുക്ക് അറേഞ്ച് ആക്കി തന്നു. റൂം കൊള്ളാം. സോ റൂമിൻ്റെ ഇടപാടിൽ ആദ്യം കുറച്ച് പ്രശ്നങ്ങളായാലും അവർ തന്നെ അവരുടെ കെയർ ഓഫിൽ നല്ലൊരു റൂം ബുക്ക് ചെയ്ത് തന്നു. അത് എക്സ്ട്രാ ചാർജസ് ഒന്നും ചെയ്തില്ല. ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു, ഫുൾ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. സോ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിന്നൊരു റൂം അവർ ഏർപ്പാട് ചെയ്ത് തന്നു. അതിന് വളരെ സന്തോഷം. സോ റൂമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആണ്. ബാൽക്കണി വ്യൂ ആണ് അടിപൊളി. മഴയൊക്കെ നല്ല മഴയുണ്ട സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന മഞ്ഞും മേഘവും ഈ പച്ചപ്പും അവിടെ അരുവി പോലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുക കാണാൻ നല്ല രസമാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സോ നാളെ ഞാൻ അവിടെ ആദ്യം ബുക്ക് ചെയ്ത സ്ഥലത്ത് പോയി അവിടുത്തെ വ്ളോഗ്സ് കാണിച്ചു തരാം. ഞങ്ങൾക്കുള്ളത് ഇവിടെ വാഗമൺ മുട്ടക്കുന്ന്. ഇവിടെ കാലാവസ്ഥ കുറച്ച് മോശമാണ്, നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്. നോക്കാം, മേലെ പോയി നോക്കാം എന്താ അവസ്ഥ, കാണിച്ചു തരാം. ടിക്കറ്റെടുത്ത് താഴെ ഇറങ്ങി വന്നു. നല്ല പൈൻ ഫോറസ്റ്റ്, വാഗമൺ വരുവാണെങ്കിൽ ഈ സീസണിലേക്ക് വന്നു.
ഗായ്സ് അടുത്ത ലൊക്കേഷൻ അവിടെ കഴിഞ്ഞു. വൈകുന്നേരത്തിൽ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അവിടെ കഴിഞ്ഞ് അടുത്തത് നമ്മളിതാ അഡ്വഞ്ചർ പാർക്കിലേക്ക് തിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്ന ടിക്കറ്റ് കൗണ്ടർ മുന്നോട്ട് തോന്നുന്നു. അകത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റായ സീസണിൽ വന്നിരുന്നെങ്കിൽ പാരാഗ്ലൈഡിങ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിൽ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഈ മഴയും തണുപ്പും കാരണം പാരാഗ്ലൈഡിങ് ഒന്നുമില്ല. സോ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ ചെറുതായി ഒന്ന് പാളിപ്പോയി. അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ അഡ്വഞ്ചർ പാർക്കിനകത്താണ്. കാലാവസ്ഥ കാരണം അഡ്വഞ്ചർ പാർക്ക് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കിട്ടിയില്ല. വെറും ഈ ഫ്ലവർ ഗാർഡൻ മാത്രം ചുറ്റിക്കറങ്ങി ഇവിടുന്ന് വിട പറയാം. ടിക്കറ്റ് പ്രൈസ് ഇവിടെ 60 rupees ആയിരുന്നു. അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. എന്തോ വാഗമൺ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. മഞ്ഞ് മൂടിക്കുക. ഇതാണ് ഗൈസ് ഐ ലവ് വാഗമൺ. യെസ്, വാഗമൺ ഡിസേർവ്സ് ലവ്. വെരി നൈസ്. ഓക്കെ, സുഹൃത്തുക്കളെ ഇവിടുത്തെ തമാശ എന്താണെന്ന് അറിയുമോ? ആ മുന്നിൽ കാണുന്നത് കണ്ടോ, അതാണ് വ്യൂ പോയിന്റ്. അതായത് അവിടെ ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ മേലെ കയറുന്നത് നല്ല വ്യൂ ആണ്. നമുക്കിവിടുത്തെ താഴ്ന്ന ആ ടവർ പോലും കാണുന്നില്ല. ടവറിൻ്റെ മേലെ കയറുന്നെന്ന് എന്ത് കാഴ്ച കാണാമെന്ന് അറിയില്ല. എൻ്റെ അപ്പോ നടക്കാൻ പറ്റില്ലേ കാറ്റിരിക്കുന്നേ. അടിപൊളി. 10 minute അങ്ങോട്ടേക്ക് ഒരു കാഴ്ചയില്ല. ഇല്ല, നേരെ ഫുൾ വെള്ളം തെങ്ങിക്കുന്ന അടിപൊളി ഇവിടുത്തെ കാണുന്നത്. കുറച്ച് കൈവിട്ട ഫോണൊക്കെ കാട്ടിൽ അടിച്ച് തെറിച്ചു. അത് അങ്ങോട്ടൊന്നും കാണില്ല ഇവിടെയൊക്കെ. ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഡേയിലെ സ്റ്റേ. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ ഒരു ബെഡ് കിടപ്പുണ്ട്. ഇഗ്നോർ ദ മെസ്. ഓക്കെ, ഇവിടെ ഒരു സോഫ. ഇവിടെ കണ്ടോ, അടിപൊളി വ്യൂ, അടിപൊളി. പുറത്ത് ബാൽക്കണിയിൽ ഇറങ്ങിയാൽ എവിടെയും വാവ്, ജസ്റ്റ് വാവ് വാവ്. മഴ പെയ്യുന്നു. ബാൽക്കണി വഴി പുറത്തിറങ്ങിയാൽ അടിപൊളി കാഴ്ചകൾ. ഈ വ്യൂ ഒന്ന് ഫുള്ളായി ആസ്വദിക്കണമെങ്കിൽ ഈ മഞ്ഞൊക്കെ അങ്ങ് ഇറങ്ങണം. മഞ്ഞുണ്ടെങ്കിൽ ഒന്നുമില്ല, വെറുതെ ഒരു വെള്ള കളർ സ്ക്രീന് കിട്ടിയ പോലെ അങ്ങ് കാണും. പക്ഷേ ഈ മഞ്ഞൊക്കെ ഇറങ്ങി ഈ മലനിരകളൊക്കെ കണ്ട് പുറത്ത് ഇതുപോലെ ഇപ്പുറത്ത് കുറേ റിസോർട്ടുകളൊക്കെ കാണാം. ഇത് നമ്മളിവിടെ കയറി, എൻ്റെ പേര് കൂട് ഹെറിറ്റേജ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റേ. വാഗമൺ കഴിഞ്ഞു, കൂടിയിട്ട് ഇറങ്ങി വാഗമൺ ഇവിടെ പറഞ്ഞു പോകുന്ന വഴി. ഇനി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. എവിടെയെന്ന് വെച്ചാൽ അവിടെ ഒരു പുലിയുടെ സ്റ്റാച്ചു ഒക്കെ കാണുന്നു. അതിനടുത്ത് വന്ന് നിന്ന നല്ല വ്യൂ കാണാം. നേരെ കോട്ടയം പോയി അവിടെ മഴയില്ലെങ്കിൽ മലരിക്കൽ പോകാമെന്നാണ് പ്ലാൻ. അവിടെ പോയി കാണാം. റിട്ടേൺ പോകുമ്പോൾ അങ്ങനെ ഹില്ലിക്കൽ കല്ലൊക്കെ വിസിറ്റ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ വെതർ കണ്ടീഷൻ കാരണം അതൊക്കെ ക്ലോസ്ഡ് ആണ്, മേലോട്ട് വിടുന്നില്ല എന്നൊക്കെയാണ് കേട്ടത്. വെറുതെ പോയി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. നേരെ കോട്ടയത്തേക്ക് തിരിച്ചു ഞങ്ങൾ. കോട്ടയം പോയി കാണാം അവിടുത്തെ കാഴ്ചകൾ. അതിനുള്ളത് മലരിക്കൽ നെൽപ്പാടത്താണ് ബോട്ടിൽ പോയിട്ടുള്ളത്. ഇവിടെ കാണാമോ, ഇവിടുത്തെ നെൽപ്പാടമാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞാകുമ്പോൾ ഇവിടെ കുറേ പൂക്കൾ, താമരപ്പൂക്കളൊക്കെ മലർന്ന സുന്ദരമായി.
സോ ഫ്രണ്ട്സ്, അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. സോ നല്ല ട്രിപ്പായിരുന്നു. വാഗമൺ റിവ്യൂ പറയണമെങ്കിൽ വാഗമൺ മൺസൂൺ സമയത്ത് പോകാൻ ഒരു അടിപൊളി പ്ലേസാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആ ലൊക്കേഷനിൽ വെതർ നോക്കി ആ സിറ്റുവേഷൻ ആ ടൈമിൽ പോകണതായിരിക്കും. ബിക്കോസ് ഇത് നല്ല വെയിൽ സമയത്തൊക്കെ ഈ നാട്ടിലേക്ക് വന്ന ഒരു യൂസും ഇല്ല, ഒന്നും കാണാനുണ്ടാവില്ല, വെതറും നല്ല ഉണ്ടാവില്ല, നമ്മൾ മൂഡ് സ്പോയിലാവും. പെർഫെക്റ്റ് വെതർ ചൂസ് ചെയ്ത് നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും അത് അടിപൊളിയായിരിക്കും. അതുപോലെ ആയിരുന്നു ഇതും. വാഗമൺ വാസ് വെൽ സൂട്ടഡ് ഫോർ മൺസൂൺ. ഈ മൂന്നാർ ഇടുക്കി ഭാഗത്തൊക്കെ നല്ല തിരക്കും ആൾക്കൂട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ വാഗമൺ അങ്ങനെയല്ല. വാഗമൺ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് എംപ്റ്റി ആയത്. പിന്നെ ഈ സീസണാണ്, ഈ മൺസൂൺ സീസണിൽ പോയാൽ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടാവും. സോ തിരക്കും കുറവായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ആൾക്കാരും അടിപൊളി, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. വാഗമണിലെ ആൾക്കാർ ദേ ആർ സോ ഹംബിൾ. വേറെ പറയണമെങ്കിൽ പിന്നെ മലരിക്കൽ പോവുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് പോകാൻ നോക്കണേ. നമ്മൾ പോയ ടൈം ലേറ്റ് ഇപ്പോൾ വാഗമൺ റിട്ടേൺ വന്ന് അവിടെ നിന്ന് മലരിക്കൽ പോകുമ്പോഴത്തേക്കും പൂവൊക്കെ വാടി ചുരുണ്ട് നിൽക്കുമായിരുന്നു. സോ ഏർലി മോർണിംഗ് ഒരു 6 മണി 7 മണി അങ്ങനെ പോയാൽ പൂവൊക്കെ ഇവിടെ നിന്ന് നിൽക്കുന്ന കാണാം. സോ അത്ര അതൊന്നുമില്ല, നല്ല ട്രിപ്പായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. യെസ്, ഇനി അടുത്ത ട്രിപ്പിൽ കാണാം. ഗായ്സ് ബൈ.